പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇഞ്ചിയെ പറ്റിയിട്ടാണ്. ഇഞ്ചി എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ നമുക്ക് ആർദ്രകം, ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചിക്ക് ആർദ്രകമെന്നും അതേപോലെ ഡ്രൈ ആയിട്ടുള്ള ഇഞ്ചിക്ക് ശുണ്ഠി എന്നാണ് പറയുന്നത്. ഈ രണ്ടെണ്ണത്തിനും ഒരേ ടേസ്റ്റാണ് പറയുന്നത്. രസം കടു ആണ് പറയുന്നത്. അതേപോലെ ഉഷ്ണവീര്യദ്രവ്യമാണ്. അതുകൊണ്ട് തന്നെ വാദം കഫം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇഞ്ചി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഞ്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ആയുർവേദത്തിൽ കുറേ കാര്യങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ട് ഇഞ്ചി പറയുന്നുണ്ട്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അഗ്നിദീപനം, നമുക്ക് വയറിൽ അഗ്നി, ഡൈജസ്റ്റീവ് ഫയർ, എപ്പോഴും ഒരു മന്ദാഗ്നി കണ്ടീഷനിലാണ് അസുഖങ്ങൾ നമുക്ക് വന്നു ചേരുക. ആ മന്ദാഗ്നിയിൽ നിന്ന് നമ്മൾ ഉത്തമ അഗ്നിയിലോട്ടാക്കാനായിട്ട് ഇഞ്ചി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഗ്യാസ് ട്രബിൾസ് കാരണം ഉണ്ടാകുന്ന ഒരു വയറുവേദന, അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇഞ്ചി നീര് ഒരു ടീസ്പൂൺ, അതിൻ്റെ കൂടെ നമുക്ക് പിത്തം നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തേന് നമുക്ക് ഒരു അര ടീസ്പൂണായിട്ടും 2 കായം കൂടെ മിക്സ് ചെയ്ത് വെറും വയറ്റിൽ രാവിലെയും അതേപോലെ വൈകിട്ട് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് IBS, ഇറിറ്റേറ്റബിൾ ബൗൾ സിൻഡ്രോം. ദഹനശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി നീരും തേനും കൂടെ ചാലിച്ച് കൊടുക്കാവുന്നതാണ്. ഇത് പോരാതെ നമുക്ക് വേദനാസ്ഥാപന ദ്രവ്യത്തിൽ നമുക്ക് ഇയർ ഏക്ക് പറയുന്നുണ്ട്. അതായത് ചെവി വേദനയ്ക്ക് നമുക്ക് ഇഞ്ചി നീര് 2 ഡ്രോപ്പായിട്ട് ചെവിയിൽ അറ്റിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വേദനാസ്ഥാപകം എന്ന് പറയുമ്പോൾ വേദന മാറാനായിട്ട് ഇഞ്ചി എങ്ങനെ യൂസ് ചെയ്യാം, അതിനകത്തൊരു ദ്രവ്യമായിട്ട് തന്നെയാണ് ഇഞ്ചിനെ പറയുന്നത്. ഇഞ്ചി എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് ഇഞ്ചിക്കകത്ത് ജിഞ്ചറോൾ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആക്റ്റീവായിട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. സോ ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് ഇൻഹിബിറ്റ് ചെയ്യാൻ, അതുപോലെ COX2 എന്ന് പറയുന്ന ഒരു സാധനം ഇൻഹിബിറ്റ് ചെയ്ത് നമ്മൾ ഇൻഫ്ലമേഷൻ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് നമ്മുടെ ബോഡിയിൽ തരാനായിട്ട് ഇഞ്ചിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിസ്, നമുക്ക് ജോയിൻറ്റ് പെയിൻസ് ഒക്കെ വരുമ്പം ഇഞ്ചി കൊടുക്കാവുന്നതാണ്. അതേപോലെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനൊരു ഡീറ്റോക്സിഫിക്കേഷൻ കൊടുക്കാൻ, നമുക്ക് ഫുൾ ബോഡി ഡീറ്റോക്സിഫിക്കേഷൻ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇഞ്ചി എന്ന് പറയും. ഇഞ്ചി നമുക്ക് അതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ശ്വാസത്തിൻ്റെ കണ്ടീഷൻ. അതായത് ശ്വാസം എന്ന് പറയുമ്പോൾ കോൾഡ്, നമുക്ക് പനി വരുന്ന സമയത്ത് നമുക്ക് ആമപാചനത്തിനും അതേപോലെ ശ്വാസം എന്ന് പറയുമ്പം നമുക്കൊരു കഫക്കെട്ട്, ഒരു ശ്വാസം മുട്ടൽ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഇഞ്ചി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോൾസിനെ റിമൂവ് ചെയ്യാൻ ഇഞ്ചിക്ക് സാധിക്കുന്നതാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇഞ്ചിയെ പറ്റി ഇപ്പോൾ പറയാൻ. നമുക്ക് കൺസീവ് ചെയ്യാനായിട്ട് ലേഡീസ് നോക്കുമ്പം ഇഞ്ചി വെള്ളം നമ്മൾ കുടിക്കുന്നത് ഏറ്റവും ബെനിഫിഷ്യലാണ്. ഗർഭസ്ഥാപക ദ്രവ്യമായിട്ടും ഇഞ്ചിനെ പറയുന്നുണ്ട്. സോ ഗർഭാവസ്ഥയിൽ നോസിയ, നമുക്ക് ഒരു ഗ്യാസ്ട്രിക് എംറ്റിങ് നന്നായിട്ട് നടക്കാനായിട്ട് ഇഞ്ചി ഹെൽപ്ഫുള്ളാണ്. സോ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ തോന്നുന്ന സമയത്ത് ഇഞ്ചി നീര് കുടിക്കുന്നത് ഹെൽപ്ഫുള്ളായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.